ഒരു എക്സ്പെരിമെന്റൽ പടമായിട്ടോ ഒരു വലിയ റിസ്ക് ആയിട്ടോ തോന്നിയതേ ഇല്ല. ആക്ച്വലി ഈ WWE എന്ന് പറയുന്ന സാധനമൊന്നും അല്ലടാ അതിന്റെ കോറ്. WWE ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് അതിന് കൂടെ ഇരുന്ന് കാണുന്ന ആൾക്കാർ കാരണോ, കൂട്ടുകാരും വീട്ടുകാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും ഒക്കെ കാരണം. അതാണ് ഈ പടത്തിന്റെ കോറ്. അപ്പൊ അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് അങ്ങനെ ഭയങ്കര എക്സ്പെരിമെന്റൽ പരിപാടിയായിട്ടൊന്നും തോന്നില്ല. ആക്ച്വലി ഒരു പക്ക തിയേറ്റർ പടമാണ്, ഒരു പക്ക കൊമേഴ്ഷ്യൽ തിയേറ്റർ പടം. അങ്ങനെ ഫീൽ ചെയ്ത് ആദ്യം എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്ന് അറിയോ. മമ്മൂട്ടി കണ്ടപ്പോ എല്ലാവരും ഫുൾ ക്ലാപ്പ്. ഈ സിനിമ എല്ലാവരും എന്തായാലും പോയി കണ്ടത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാ? ഏറ്റവും കൂടുതൽ റോഷൻ മാത്യു. ഇതുപോലെ ഗുസ്തിയൊക്കെ കൂടാറുണ്ടോ? ഗുസ്തി കൂടണം. വീഡിയോ ഒക്കെ പൊളിയല്ലേ? പറഞ്ഞോളൂ. ഏറ്റവും പൊളിച്ചാണല്ലോ അതുപോലെ 2 വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വർക്കാവും ഇവിടെ ടെസ്റ്റിംഗ് കൊണ്ടുവരാൻ പറ്റുമെന്ന് കുറേ വിചാരിച്ചിട്ട് കുറേ ഡൗട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരാണ് ഇങ്ങനെ ഡൗട്ട് അടിച്ചു. പക്ഷെ അടിച്ചു പോരെ ഷിഹാൻ കാരണമാണ്. ഷിഹാൻ എനിക്ക് ഇന്നലെ പ്ലേസ് ചെയ്ത ട്രസ്റ്റ് കാരണമാണ് ഇതൊക്കെ തുടങ്ങിയത്. ഞാൻ ഇവരെ മീറ്റ് ചെയ്ത് ഇവരുടെ അടുത്ത് ഈ കഥ പറഞ്ഞ് ഇവർക്കൊരു സ്പാർക്ക് കണ്ടപ്പോഴാണ് എനിക്ക് പോയ ഹോപ്പും തിരിച്ചു വന്ന് ഇവർ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇതൊന്ന് ഇവിടം വരെ ബിൽഡ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് ആ ഒരു ക്ലാസിക് മീനിങ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ, ഇവരതിനപ്പുറമാണ്. എൻ്റെ എല്ലാ സ്റ്റെപ്സിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ബാക്ക് ചെയ്ത് ലൈക്ക് നമ്മളൊക്കെ ക്രിയേറ്റീവ്ലി എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തതാണ് ഇത്. ഒരു ഡയറക്ടറായിട്ടോ ഒറ്റയ്ക്കൊന്നും ചെയ്തതല്ല. എല്ലാവരും ആക്ടേഴ്സും ഇവിടെ എഡിറ്ററും ക്രൂവും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഒക്കെ. എഡിറ്റർ പ്രവീൺ പ്രഭാകർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത മുജീബ് മജീദ് ഉണ്ട് ഇവിടെ. നമ്മളെ ആക്ടേഴ്സിനൊക്കെ ട്രെയിൻ ചെയ്ത ശ്രവൺ സത്യ, നമ്മുടെ ഒപ്പം ഇല്ലാത്ത സ്റ്റൺസ് ചെയ്ത കലൈ കിങ്സൺ മാത്രമുണ്ട്.